ഹൈറേഞ്ചിൽ നെൽകൃഷി പൊതുവെ നാമമാത്രമാകുമ്പോൾ ഇടുക്കി കൊന്നത്തടിയിലെ ഒരു കൂട്ടം കർഷകരുടെ നേതൃത്വത്തിൽ നെൽകൃഷി നിലനിർത്തുന്നതിനുള്ള പരിശ്രമങ്ങളാണ് നടന്നുവരുന്നത്. കൊന്നത്തടി സൗപർണിക കൃഷിക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ 2.5 ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി നടത്തിയത്. നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റിനീഷ് നിർവഹിച്ചു. കർഷകരെ സംബന്ധിച്ചിടത്തോളം നെൽകൃഷി ഇക്കാലത്ത് അത്ര ലാഭകരമല്ല. ജോലിക്കൂലിയും കൃഷിയുടെ മറ്റ് ചെലവുകളും ഇരട്ടിയിലധികം വർദ്ധിച്ചതോടെ നെൽകൃഷിയിൽ നിന്നും ഹൈറേഞ്ചിലെ പല കർഷകരും പിന്നോട്ടുപോയി. എന്നാൽ പരമ്പരാഗത കൃഷികളിലൊന്നായ നെൽകൃഷിയെ സംരക്ഷിക്കുവാൻ ലക്ഷ്യമിട്ട് കൊന്നത്തടിയിലെ സൗപർണിക കൃഷിക്കൂട്ടായ്മ നടത്തിയ പരിശ്രമങ്ങൾ വിജയം കണ്ടു. 2.5 ഏക്കർ സ്ഥലത്താണ് സംഘാംഗങ്ങൾ കൃഷി ഇറക്കിയത്. നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റിനീഷ് നിർവഹിച്ചു. കൊയ്ത്തും പാടവും നെല്ലും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് പോലും കാണാക്കനിയായിരിക്കുന്ന അവസരത്തിലാണ് സൗപർണിക പുരുഷ സ്വയം സഹായ സംഘം ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു പാട്ടത്തിനെടുത്തുകൊണ്ട് 2 ഏക്കർ നിലം അവിടെ വീണ്ടും കൃഷി ഇറക്കി നല്ല രീതിയിൽ ഇതിന്റെ വിത്ത് നട്ടതും നമ്മൾ തന്നെയാണ്, ഇപ്പൊ കൊയ്യുന്നതും നമ്മളൊക്കെ ഇവിടെ തന്നെയാണ്. വലിയ അഭിമാനമുണ്ട് കാര്യത്തിലേക്ക്. മറന്നുപോയിടത്ത് നിന്ന് പുതിയ കാലത്തിലേക്ക് വീണ്ടും സജീവമാകുന്നതിന്റെ തുടക്കമായി പല പുരുഷ സഹായ സംഘങ്ങളും കുടുംബശ്രീയും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. വലിയ രീതിയിലേക്ക് കൃഷിക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കൊന്നത്തടി പാടശേഖരത്ത് നടന്ന വിളവെടുപ്പ് പരിപാടികളിൽ ഗ്രാമപഞ്ചായത്ത് അംഗം CK ജയൻ അധ്യക്ഷത വഹിച്ചു. കൊന്നത്തടി കൃഷി ഓഫീസർ ബിജു KD, സംഘം പ്രസിഡന്റ് AK ശശി, സെക്രട്ടറി രവി നായാട്ടുപാറ, കോർഡിനേറ്റർ TM സുരേഷ്, മറ്റ് അംഗങ്ങളായ ബേബി മാത്യു, സലീം കുമാർ തെക്കുംപുറം തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കൃഷി ഏറെ വിജയകരമായെന്നും കൂടുതൽ സ്ഥലം എടുത്ത് കൃഷി വിപുലമാക്കുമെന്നും സംഘം പ്രസിഡന്റ് MK ശശി പറഞ്ഞു. സൗവർണിക കർഷക സംഘത്തിൻ്റെ കർഷക കൂട്ടായ്മയുടെ ഒരു കൃഷിയാണ് നമ്മളിവിടെ ചെയ്തത്. അത് വളരെയേറെ ഫലപ്രദമായി തന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. നമ്മുടെ സഹപ്രവർത്തകരായ എല്ലാ ആളുകളും, അതുപോലെ കൃഷി ഓഫീസർ, പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ സുരേഷ്, അതുപോലെ നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവരും ചേർന്ന് നടത്തിയ ഈ കൃഷി വളരെയേറെ വിജയത്തിലേക്ക് എത്തി. അടുത്ത കൃഷിയും നമ്മൾ ചെയ്യാനായി ഉദ്ദേശിക്കുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.